വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമുഅ എന്ന ഒരു അധ്യായമുണ്ട്. ജുമുഅയെ കുറിച്ചൊരു സൂറത്ത്. ആ സൂറത്തിലെ 11 ആയത്തുകളിൽ 11ാമത്തെ ആയത്ത് ഈ സന്ദർഭത്തിൽ ഇറങ്ങി. വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫദ്ദൂ ഇലൈഹാ വതറകൂക ഖായിമ. അവർ കച്ചവട സംഘത്തെ കണ്ടപ്പോ, അല്ലെങ്കിൽ വിനോദത്തിൻ്റെതായ ആളുകളെ കണ്ടപ്പോൾ അവർ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് താങ്കളെ ഉപേക്ഷിച്ചുകൊണ്ടവർ പോയപ്പോൾ നബിയെ താങ്കൾ അവർക്കിടയിൽ എഴുന്നേറ്റു നിൽക്കുകയായിരുന്നു, നിന്നുകൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നു. കുൽ നബിയെ അങ്ങനെയുള്ളവരോട് പറയണം, മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. നിങ്ങളുടെ കച്ചവടത്തെക്കാൾ വിനോദത്തെക്കാൾ അള്ളാന്റെ അടുത്തുള്ളതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ് ഖുതുബക്ക് വൈകി വന്നത്? ഷോപ്പ്. എന്തുകൊണ്ടാണ് നീ സ്ഥിരമായിട്ട് ഖുതുബക്ക് നേരത്തെ എത്താത്തത്? എന്തെങ്കിലും നമ്മുടെ ദുനിയാവല്ലേ പറയാണ്ടാവുള്ളൂ. ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. കച്ചവട സംഘത്തേക്കാൾ ലഹ്വിനേക്കാൾ ഉത്തമമായത് പടച്ചവൻ തരുന്നതാണ്. എന്നിട്ട് ആയത്തിന്റെ അവസാനം കാണാം, വല്ലാഹു ഖൈറുർ റാസിഖീൻ. റിസ്ക് തരുന്നത് പടച്ചവനാണ്, നാട്ടുകാരല്ല. ഏറ്റവും ഉത്തമമായ റിസ്ക് തരുന്നവൻ അല്ലാഹുവാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇതിനു മേലെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഈ പള്ളിയിൽ ബാധകമാണ്. ഈ ഖുത്ബ കേൾക്കുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിലൊന്ന് എഴുതി വെക്കണം. എല്ലാ വെള്ളിയാഴ്ചയും ഓർമ്മയിലുണ്ടാവണം. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വേഗത കാണിക്കണം. വെള്ളിയാഴ്ചയിലെ ഖുത്ബയുടെ ഉത്ബോധനത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് വേഗത്തിൽ നേരത്തെ നിങ്ങൾ എത്താൻ ശ്രമിക്കണം. വദറുൽ ബൈ. നിങ്ങൾക്ക് ഹലാലായ കച്ചവടം നിങ്ങൾ ഇനി ഉപേക്ഷിക്കണം. ജുമുഅന്റെ സമയമായാൽ ഇനി കച്ചവടം ഹറാമായി മാറും. അതുവരെ ഹലാലാണ്. ജുമുഅന്റെ നിസ്കാരം കഴിഞ്ഞത് മുതൽ ഹലാലാണ്. അതുവരെ നിങ്ങൾക്കത് ഉപേക്ഷിക്കണം. ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ജുമുഅ കഴിഞ്ഞാൽ, നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചോളൂ, അള്ളാന്റെ റിസ്ക് തേടി നടന്നോളൂ, ഒരു പ്രശ്നവുമില്ല. സഹോദരങ്ങളെ, യഹൂദികൾക്ക് ശനിയാഴ്ച ദിവസം കൊടുത്തിട്ടുണ്ട് അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക്. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്. എന്നാൽ നബിതങ്ങൾ പറയാണ്, എന്റെ ഉമ്മത്ത് അവരെക്കാൾ മുൻകടന്നിരിക്കുന്നു. അവർക്ക് വെള്ളിയാഴ്ചയാണ്. നമ്മളത് കഴിഞ്ഞിട്ടേ മറ്റവർക്കുള്ളൂ. നമുക്കാണ് ആ വിഷയത്തിൽ സ്ഥാനം കൂടുതൽ. ഭാരതന്മാരായ ഉലമാക്കൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്തുകൊണ്ട് അള്ളാഹു വെള്ളിയാഴ്ച ഇത്രമാത്രം ധന്യമാക്കാൻ തീരുമാനിച്ചത്? വഫീഹി ഖുലിഖ ആദം. ആദം നബിയെ സൃഷ്ടിച്ചത് ആ ദിവസമായിരുന്നു. വഫീഹി ഉദ്ഖിലൽ ജന്ന. സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതും പ്രവേശിപ്പിക്കപ്പെട്ടതും ദിവസമായിരുന്നു. വഫീഹി ഉഖ്രിജ മിൻഹാ. അവിടുന്ന് പുറത്തേക്ക് ആക്കിയതും ആ ദിവസമായിരുന്നു. വഫീഹി തഖൂമുസ് സാ. അന്നായിരിക്കും അന്ത്യനാള് സംഭവിക്കുക. ഖിയാമത്ത് നാൾ ഈ അങ്ങനത്തെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് സംഭവിക്കുക. അതിനത്ര ഗൗരവം കൊടുത്തിട്ടുണ്ട്. വഫീഹി സാഅത്തുൻ. ആ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുഅ്മിനുൻ യസ്അലുല്ലാഹു ഫീഹാ ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാ. ഒരു അടിമ, മുഅ്മിനായ മുസ്ലിമായ ഒരു അടിമ അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടാതെ പോകൂല. ഉത്തരം കിട്ടുന്ന ഒരു സമയം ഈ വെള്ളിയാഴ്ചയുടെ പകലിൽ കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥിക്കേണ്ട ദിവസമാണെന്നാണ് പറഞ്ഞത്. സഹോദരങ്ങൾ, ഞാൻ ഇത്രയും സംസാരിച്ചത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ജുമുഅ എന്നതും ഖുത്ബ എന്നതും കേവല ചടങ്ങുകളായി മാറുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കാൻ വേണ്ടിയാണ്. ആരെയും ആക്ഷേപിക്കാൻ, വിമർശിക്കാനൊന്നുമല്ല. പണ്ഡിതന്മാർ പറഞ്ഞതൊന്ന് വായിക്കൽ മാത്രം. അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വെള്ളിയാഴ്ച ഫജ്റിന് ഓതാൻ സുന്നത്തുള്ളതും വെള്ളിയാഴ്ച ജുമുഅയിൽ ഓതാൻ സുന്നത്തുള്ളതും വെള്ളിയാഴ്ച ദിവസത്തിൽ ഓതുന്ന സൂറത്തുൽ കഹ്ഫും എല്ലാം പഠിപ്പിക്കുന്നത് പരലോകമാണ്, മരണമാണ്. കുല്ല തവഫാക്കും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. സജദ സൂറത്തിൽ സുമ്മ ഇന്ന അലൈനാ ബയാൻ. സുമ്മ അവിടുന്ന് ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഹിസാബാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മരണം, നരകത്തെക്കുറിച്ചൊക്കെ പറയുന്ന രംഗമാണ് ഈ ആയത്തുകളിലൊക്കെ നിറയെ കാണാൻ സാധിക്കും നമുക്ക്. ആ ചിന്തയാണ് ഒരു വിശ്വാസിയെ, മുഅ്മിനിനെ നയിക്കേണ്ടത് എന്നതുകൊണ്ടാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത്. അവിടുന്ന് കാണാം, മൻ തറക സലാസു ജുമഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും 3 വെള്ളിയാഴ്ച ദിവസങ്ങൾ മനഃപൂർവ്വം തഹാവുനം ബിഹാ, മനഃപൂർവ്വം ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിച്ചാൽ തബഅ അല്ലാഹു അലാ ഖൽബിഹി, അവന്റെ ഖൽബിൽ അല്ലാഹു മുദ്ര വെക്കും. പിന്നെ ഈമാൻ കിട്ടൂല, പിന്നെ ഖൽബിലേക്ക് ഈമാൻ കയറൂല, അവന്റെ സീല് വെക്കപ്പെടുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം.
ഇന്നും ജീവിച്ചിരിപ്പുള്ള സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ സൗദിയിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയാണ്, ഒരാൾ പള്ളിയിലേക്ക് ജുമാക്ക് നേരത്തെയാണ് വരേണ്ടത്. നേരത്തെയാണ് വരേണ്ടത്. നമ്മുടെ പള്ളിയിൽ ആദ്യം എത്തുന്നത് ഖത്തീബാണ്, 10 മണിക്കെത്തും. പിന്നെ ആദ്യം വരുന്ന മനുഷ്യൻ 11:30 മണിക്കെത്തും. പിന്നെ ഒരാൾ 11:45 സ്ഥിരം ഞാൻ കാണുന്ന കാഴ്ചയാണ്. എന്നും അവരാണ് ആദ്യം എത്താറുള്ളത്. എപ്പോഴെങ്കിലൊക്കെ മോഹം തോന്നാറുണ്ട്, ഈ സ്ഥാനത്ത് വേറെയും നാട്ടുകാരുണ്ടല്ലോ, അവർക്കൊക്കെ ഈ പോസ്റ്റ് വേണ്ടേ? നേരത്തെ എത്താൻ, അതിന്റെ ആദ്യം എത്തിയ പ്രതിഫലം വാരിക്കൂട്ടാൻ ഒരു മത്സരം ഇവിടെ നടക്കുന്നില്ലല്ലോ, താല്പര്യം കാണുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്. എത്ര വർഷം? 4 വർഷമായി ഞാൻ ഈ കാഴ്ച കാണുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നേരത്തെ എത്തുന്ന ഒരു കൗമിനെ കണ്ട് സന്തോഷിക്കാൻ നമുക്ക് ഈ നാട്ടിൽ, നമ്മുടെ നാടുകളിൽ ഒരു അവസരം ഉണ്ടാവില്ലേ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഖുതുബ തുടങ്ങിയപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പൊ എത്ര പേരായി? ഇനി നമസ്കാര സമയമാകുമ്പോൾ നമ്മുടെ പള്ളിയുടെ കോലം എന്തായിരിക്കും? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, പണ്ഡിതന്റെ കിതാബിൽ പറഞ്ഞ വാക്കുണ്ട്, നേരത്തെ വന്ന ഒരു മനുഷ്യൻ അയാൾ എന്ത് ചെയ്യേണ്ടതാണ്? സ്വലാത്തുൻ നാഫില, സുന്നത്തായി അദ്ദേഹത്തിന് നമസ്കരിക്കാം, 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കാം. പിന്നെയും വേണമെങ്കിൽ ബാങ്ക് കൊളിക്കുന്നത് വരെ അദ്ദേഹത്തിന് സുന്നത്തായി 2 റക്അത്ത് വീതം നമസ്കരിക്കാം. ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. എന്നാൽ ജുമാ തുടങ്ങിയാൽ, ബാങ്ക് വിളി കേട്ടാ പിന്നെ അവിടെ നിന്ന് എങ്ങനെ നിസ്കാരം തുടരാൻ പാടില്ല. അവിടെ പിന്നെ കയറി വന്നവർ തഹിയ്യത്ത് മാത്രമാണ്. വദ്ദിക്രി, ധാരാളമായി പിന്നീട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. വൽ ഖിറാഅത്തി, ഖിറാഅത്ത് നടത്തിക്കൊണ്ടിരിക്കുക. വ ഇമാമിൽ ഖുത്ബത്തി, ഖുത്ബ തുടങ്ങിക്കഴിഞ്ഞാൽ ഇമാമിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഖുത്ബയിലേക്ക് ശ്രദ്ധിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെള്ളിയാഴ്ച നമ്മൾ ഖത്തീബ് പടിഞ്ഞാറുന്ന് അങ്ങോട്ട് നിന്ന് സംസാരിക്കും. ജനങ്ങളെല്ലാം പടിഞ്ഞാട്ടിൽ നിന്ന് സംസാരിക്കണം, കേൾക്കണം. ഈ സൈഡിലിരിക്കുന്നവരും ഈ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നവരും ഇരിപ്പ് മാറ്റണം. അവരൊക്കെ അവരുടെ ഫോക്കസ് ചെയ്യേണ്ടത് ഖുതുബയിലേക്കാണ്. ഈ സൈഡിലേക്ക് ചാരിയിരിക്കുന്നവർ ഇങ്ങോട്ട് പടിഞ്ഞാറേക്ക് തിരിഞ്ഞിരിക്കണം എന്ന്. വതഹരീമൽ കലാം, അതേപോലെ തന്നെ സംസാരിക്കുക എന്നത് ഹറാമാണ്. നമ്മുടെ പള്ളിയിൽ ചിലർ കയറി വരും, എന്നിട്ട് കൈ കൊടുക്കണം, മുത്തിന് സലാം പറയണം, വർത്താനൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ വന്ന് പള്ളിയിലിരിക്കുന്നത്. ഒരു ഖത്തീബ് ഒരു പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുക, അവിടെ സംസാരിക്കാൻ ഒരു പഴുതുമില്ല നിങ്ങൾക്ക്, ഖത്തീബിനൊഴികെ. എന്തിവിടെ സംഭവിച്ചാലും ഹദീസ് ഞാൻ പറയാം. വല്ലദീ യഖൂലു ലിസാഹിബിഹി, ആരെങ്കിലും ഒരാളോട് സംസാരിച്ചാൽ അൻസിത്, ഒന്ന് മിണ്ടാതിരിക്ക് എന്നൊരു ഗൗരവമുള്ള കാര്യം പറഞ്ഞാൽ ഫലാ ജുമഅത ലഹു, അവന് ജുമഅ ഇല്ല. പണ്ഡിതന്മാര് പറഞ്ഞത് അവന് പരിപൂർണമായ ജുമാന്റെ പ്രതിഫലം പോയി എന്നാണ്. ആ കസേരണ്ട് കാട്ട്, ഇന്നവിടെ നീങ്ങിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടത് പോയി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഫലാ ജുമഅത ലഹു, അവന് ജുമഅയുടെ പൂർണ്ണത ലഭിക്കില്ല. എന്നാൽ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുക, ഒരാൾ കയറി വരുന്നു, അയാൾ സലാം പറഞ്ഞാലോ ആരും മടക്കണ്ട. അത് ഏത് പള്ളിയാലുള്ള നിയമമാണ്. വേണമെങ്കിൽ ഒരു ഇഷാറ കൈകൊണ്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് എന്നുള്ള സൂചന പറയാൻ പാടില്ല. ആദ്യം ആരെങ്കിലും അറിയാതെ പറഞ്ഞാൽ തന്നെ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് വായ കൊണ്ട് സംസാരിച്ച് മടക്കാൻ പാടില്ല. അത് ജനങ്ങളുടെ സംസാരമാണ്. അതിന്റെ ഇടയിൽ ഒരാൾ ഒരാൾ തുമ്മിയാൽ അയാൾ അൽഹംദുലില്ലാ പറയാ, അപ്പൊ മറ്റോ യർഹമുക്കല്ലാഹ് പറയാ പാടില്ല. അയാൾ അൽഹംദുലില്ലാ പറയാം, അയാളിൽ മാത്രം ഒതുങ്ങാൻ പാടുള്ളൂ. ഇനി അയാൾ ഇനി ഉറക്ക പറഞ്ഞാൽ പോലും അപ്പുറത്തിരിക്കുന്നവൻ യർഹമുക്കല്ലാഹ് പറയരുത്. ഇതൊക്കെ സാധാരണ നടക്കാറുണ്ട്. പക്ഷെ ജുമുഅന്റെ ഇടയിൽ അവിടെ ചില ഗൗരവമായ വസിയത്തുണ്ട്. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സാദുൽ മആദ് എന്ന കിതാബിൽ 133 കാര്യങ്ങളാണ് ജുമുഅയുടെ സവിശേഷമായ വിശേഷണങ്ങൾ എഴുതി കൃത്യമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കൂടി പറയുന്നില്ല. അത്തബ്കീറു ഫി ദഹാബി ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടുക എന്നത് ഗൗരവമാണ്. നമ്മളോട് ചോദിക്കുക, എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്തിപ്പോണത്? എന്തിനാണ് അവസാന ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ ഷാർപ്പായി ഓടിക്കതച്ചിങ്ങനെ എന്നും എന്താ ഇങ്ങനെ ആവുന്നത്? എന്താണ് ഞാനൊരു 10 മിനിറ്റ് നേരത്തെ എത്തിയാൽ എന്താണ് എനിക്ക് സംഭവിക്കുക? നമ്മളെ കുറിച്ച് ചോദിച്ചു നോക്കി. നമ്മൾ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്, നമ്മളായിരിക്കും ചിലപ്പോൾ മുതലാളി, നമ്മൾ തന്നെ ഇതായിരിക്കും അവസ്ഥയെങ്കിൽ നമ്മുടെ കടയിലെ സ്റ്റാഫുകളുടെയൊക്കെ ദയനീയാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്ക്. ഇനി ഉലമാക്കന്മാര് പറയാം, ഇദാ സ്വല്ലാ അഹദുകുമുൽ ജുമുഅ ഫല്യുസല്ലി ബഅദഹാ അർബഅൻ, ജുമുഅയുടെ മുമ്പ് റവാത്തിബായ നമസ്കാരമില്ല, തഹിയ്യത്തായ നമസ്കാരമുണ്ട്. എന്നാൽ ജുമുഅ കഴിഞ്ഞാൽ അയാൾക്ക് 4 റക്അത്ത് വരെ റവാത്തിബായി നമസ്കരിക്കാം. 2 റക്അത്ത്. ഒരാൾ പള്ളിയിൽ നിന്ന് പോയി വീട്ടിലോ ഷോപ്പിലോ പോയിട്ടാണ് സുന്നത്ത് നമസ്കരിക്കുന്നതെങ്കിൽ അയാൾ 2 നമസ്കരിച്ചാൽ മതിയാകും എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ച മര്യാദകളൊക്കെ വിശദീകരിക്കുമ്പോൾ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറയാണ്, ചില പള്ളികളിൽ കാണാൻ സാധിക്കും അൽ-ലഹഖിയത ഫിൽ മകാനിൽ മസ്ജിദി, പള്ളിന്റെ
ഇമാമിന്റെ സഫിന്റെ ഇമാമ് നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട് ബാക്കിൽ മൂപ്പര് നേരത്തെ 11 മണിക്ക് വന്നിട്ട് ഒരു കർച്ചീഫ് വെച്ചിട്ടാണ് പോകും. എന്നിട്ട് മൂപ്പര് ഷോപ്പിങ്ങും പർച്ചേസിങ്ങും എല്ലാം കഴിയുമ്പോൾ ആ സീറ്റ് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് മൂപ്പര് 12:45 കയറി വരുമ്പോൾ ഈ സീറ്റ് കൊടുക്കണം. ബുക്കിംഗ് ഇല്ല. വെള്ളിയാഴ്ചയിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ആദ്യം ആരാണോ പള്ളിയിൽ എത്തുന്നത് ഇരിക്കുന്നത് അയാൾക്കുള്ള സീറ്റാണ്. ബുക്ക് ചെയ്തിട്ട് പോക്കൊന്നും വെള്ളിയാഴ്ച ഖുത്ബയിൽ പള്ളിയിൽ നടക്കൂല എന്നാണ് ഉലമാക്കന്മാരെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് എത്ര ഗൗരവമാണ്. വിശുദ്ധ ഖുർആനിലായത്ത് വഇദാ ഖുരിഅൽ ഖുർആനു, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഫസ്തമിഊ ലഹു, നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, നിങ്ങൾ നിശബ്ദമാകണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കാം. അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടണോ? ശ്രദ്ധിച്ച് കേൾക്കണം. വന്ന് ഇരുന്ന പാട് ഇന്നൽ ഹംദലില്ലാഹി നഹ്മദു എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ ഉറക്കാണ്. ഇനി വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹ് പറയുമ്പോഴേ നീക്കുള്ളൂ. ഇതിന്റെ ഇടയിൽ ഓതുണ്ടാക്കാതെ പോയി നിസ്കരിക്കണം മനുഷ്യന്മാരുണ്ട്. നല്ല ഉറക്കുറങ്ങിയിട്ട് ഓതുണ്ടാക്കാതെ പോയി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറയാം, ഖുത്ബ നടന്നുകൊണ്ടിരിക്കെ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന വിഷയത്തിൽ ഖുത്ബയിലേക്ക് തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് ആ ഖുത്ബയെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. മൻ തകല്ലമ, അതിന്റെ ഇടയിൽ ആരെങ്കിലും സംസാരിച്ചാൽ ഫഹുവ കൽ ഹിമാർ, അവൻ കഴുതയെ പോലെയാണ്. യഹ്മിലു അസ്ഫാറാ, ഭാരം ചുമക്കുന്ന കഴുതന്റെ മാതിരി ചുമക്ക് വന്നിട്ടുണ്ടെന്നല്ലാതെ ഒരു കാര്യം അവൻക്കില്ല എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെ വന്ന് ഇരിക്കുന്ന ആളുകൾ ഖുത്ബ ശ്രദ്ധിക്കണമെന്ന മനസ്സോടെയാണ് ഇരിക്കേണ്ടത്. ഇടത് കൈകൾ പിറകിലേക്ക് ഒറ്റക്ക് കുത്തിയിട്ട് ഇരിക്കാൻ പാടില്ല. കാൽമുട്ടുകൾ രണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് മുട്ടുകുത്തിയിട്ട് പിടിച്ചിട്ടുള്ള ഇരുന്നുള്ള ഉറക്കം പാടില്ല, ഇരിക്കാനും പാടില്ല. അത് ഖുത്ബക്കല്ല, എപ്പോഴും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഖുത്ബ ശ്രദ്ധിക്കുക എന്ന ഭാഗമായി നമ്മളെ ഖത്തീബിലേക്കാണ്, ഖുത്ബയിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആര് എപ്പോ വന്നോ എപ്പോ പോയി നിങ്ങൾ ആരും നോക്കണ്ട. ആര് ഉറങ്ങി, ആര് എപ്പോ ഉറങ്ങി, ആര് എപ്പോ ഉറങ്ങിയില്ല, ആരും നോക്കണ്ട. അതൊക്കെ നോക്കേണ്ട പണി ഖത്തീബ് ചെയ്യണില്ലെങ്കിൽ മൂപ്പരെ മാറ്റുക. അവിടെ എന്ത് ചെയ്യാന്നറിയോ? അവിടെ ഇരിക്കുന്ന ആളുകളുടെ കാര്യങ്ങളല്ല ശ്രദ്ധിക്കേണ്ടത് എന്ന്. ഗൗരവമാണ്. കിതാബുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ആ മസലകൾ കാണാൻ സാധിക്കും. നീ എന്തിനത് ശ്രദ്ധിച്ചു? അതാ ചോദ്യം ഉണ്ടാവുക. അവിടെയാണ് ഉലമാക്കന്മാര് പറയാണ്, നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവിടെ നടക്കുന്ന ഖുത്ബയിലാകണം. വലാ യജൂസു അൻ യതസദ്ദഖ അല സായിലി വഖ്തൽ ഖുത്ബതി. ഫിഖ്ഹിന്റെ കിതാബിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങളൊന്നുമല്ല, എത്ര കൊല്ലങ്ങളായി ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കാം. ഖുത്ബന്റെ ഇടയിൽ വന്നിട്ട് ഒരാൾ എനിക്ക് സ്വതക്ക ചെയ്യണം, ഞാൻ കണ്ണു കാണാത്ത മനുഷ്യനാണ്, എന്നെ എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇട്ടുകൊടുക്കുന്ന സ്വതക്ക ഹറാമാണെന്നോ? സാധാരണ നമ്മളൊക്കെ സ്വതക്ക ചെയ്യണമെന്നല്ലേ പറയാം. ഖുത്ബന്റെ ഇടയിൽ സ്വതക്കയില്ല. കേരളത്തിന്റെ ദയനീയാവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറബിയിൽ ഖുത്ബ നടക്കുന്ന പള്ളികളിൽ ഖുത്ബന്റെ ഇടയിൽ കൂടിയാണ് ബക്കറ്റ് ഇങ്ങനെ പോണാണ്. ഇതിങ്ങനെ പാറി നടക്കും. എന്തിനാണ് ഈ ബക്കറ്റ് ഈ സമയത്ത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ, ഖുത്ബ കഴിഞ്ഞ് ആരും കിട്ടൂല, പൈസ കിട്ടൂല, അത് കിട്ടണമെങ്കിൽ ഇപ്പൊ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഖുത്ബന്റെ ഇടയിൽ കൂടിയാണ് പോണത്. ഞാനതിനെ കുറ്റം പറയുന്നില്ല. ഖുത്ബകളുടെ തുടക്കം തന്നെ ഒരു കളവുകൊണ്ടാണ്. അൽ ഹജ്ജു ഈദുൽ ഫുഖറാഇ വൽ മസാകിൻ. ആര് പറഞ്ഞതാ? എവിടെ പറഞ്ഞതാ? ഏത് ഹദീസിൽ? അതുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. പിന്നെ അതിന്റെ ബാക്കി അവിടെ വരുന്ന കാര്യങ്ങളില്ലല്ലോ. എന്നിരുന്നാലും അവിടെ അതൊക്കെ നടക്കുന്ന സ്ഥിതിക്ക് ആ ബക്കറ്റ് പിരിവ് ഇതുപോലും പാടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ അത് സാധിക്കുക എന്നത് ചോദ്യം നമ്മളോട് മനസാക്ഷിയോട് ചോദിക്കേണ്ടത്. ഒമൻ മസ്സൽ ഹസാൻ, നബിതങ്ങൾ പറയാണ്, ആരെങ്കിലും ചെരൽ കല്ല് പിടിച്ച് കളിച്ചാൽ ഫഖദ് ലഗാ, അവൻ അനാവശ്യം ചെയ്തവനാണ്. വമൻ ലഗാ, ആരെങ്കിലും ഒരു ഖുത്ബക്കിടയിൽ അനാവശ്യമായി വല്ലതും ചെയ്താൽ ഫലാ ജുമഅത ലഹു, അവന് ജുമഅ കിട്ടൂല, ജുമഅന്റെ പൂർണ്ണത കിട്ടൂല. അന്നത്തെ കാലത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട് കളിക്കാൻ കല്ലുകളുണ്ടായിരുന്നു, മണലിലായിരുന്നു അവർ ഇരുന്നിരുന്നത്. ഇന്ന് നമ്മൾ മൊബൈലിലാണ്. ഇവിടുത്തെ കാര്യമല്ല. പല പള്ളികളിലും ഒരാഴ്ചത്തേക്കുള്ള ഡാറ്റ ഡിലീറ്റ് ആക്കുന്നത് വെള്ളിയാഴ്ച വന്നിരുന്നിട്ടാ. ഷെയർ ചെയ്യാനുള്ളതൊക്കെ ഷെയർ ചെയ്യുന്നത് വെള്ളിയാഴ്ച വന്നിരുന്നിട്ടാ. ഇവിടെ തന്നെ കാണാം, ജുമാ കഴിഞ്ഞാൽ പല ആളുകളും വന്ന് ഫാനൊക്കെ ഇട്ട് വന്ന് വിശ്രമിക്കാൻ വേണ്ടി വന്നിരിക്കേണ്ട. ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് ഒച്ചത്തിൽ നല്ല സൗണ്ടിൽ ഇങ്ങനെ റീൽസ് ഇരുന്ന് കണ്ടി. പുതിയ ചെറുപ്പക്കാർക്ക് ഇതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മുടെ ജുമുഅന്റെ ഇടയിൽ മദീനത്ത് മരുഭൂമിയിൽ കണ്ടിരുന്ന കല്ലുകൾ ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഹുതുബന്റെ ഇടയിൽ ചെയ്തവനെ പറ്റിയാ പറഞ്ഞത്. അവൻ അശ്രദ്ധയിലാണ്, അവൻ അനാവശ്യമാണ് ചെയ്തത്, അവന്റെ ജുമുഅ നഷ്ടപ്പെടും. ചിലർ വന്നിരിക്കും, എന്നിട്ട് അവന്റെ ലഹിയത്ത് താടിമ കളിച്ചുകൊണ്ടിരിക്കും, ചിലർ ഡ്രസ്സുമ കളിച്ചുകൊണ്ടിരിക്കും, ചിലർ മുടിമ കളിച്ചുകൊണ്ടിരിക്കും, ചിലർ കാർപ്പറ്റിന്റെ നൂല് പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഖുത്ബ ചെയ്യുമ്പോഴത്തേന് അത്യാവശ്യം നൂല് പൊറുക്കുണ്ടാവും. ഇതൊക്കെ ഖുത്ബനെ കളയാണ്, ജുമുഅ പോവുകയാണ്.
ഈ ഗൗരവം ഉലമാക്കന്മാർ അവരുടെ കിതാബുകളിൽ ഉൾക്കൊള്ളിച്ചു എന്നത് എത്ര കാലിക പ്രസക്തമെന്ന് ആലോചിച്ചു നോക്കി. ഒരു മനുഷ്യൻ തുമ്മിയാൽ യഹ്മദില്ലാഹ സിർറൻ, അയാൾ രഹസ്യമായിട്ടായിരിക്കട്ടെ ഹംദ് പറയേണ്ടത്. വയജൂസുൽ കലാമു, ഖുത്ബയ്ക്ക് ഇടയിൽ ഒരാൾക്ക് സംസാരം അനുവദനീയമാണ്. ഖിബലൽ ഖുത്ബത്തി, ഖുത്ബയെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞൊരു കാര്യം ഇവിടുന്ന് മനസ്സിലാകാതെ വരിക, ആയത്ത് ഞാൻ തെറ്റി ഓതി, വേറെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് തിരുത്തൽ ചോദിക്കാം. ഇങ്ങോട്ടായിരിക്കണം, ഇങ്ങോട്ടാകാൻ പാടില്ല എന്നർത്ഥം. അതേപോലെ തന്നെയാണ് ഉലമാക്കന്മാർ പറയാണ് 4 വിഭാഗം ആളുകൾക്ക് മാത്രമേ ഇത് വാജിബല്ലാത്തതുള്ളൂ, അല്ലാത്തവരൊക്കെ ജുമുഅക്ക് വരണം. ആരാ 4 പേര്? 1 അബ്ദാണ്, അടിമ. 2 മരീദ്, രോഗിയാണ്. 3 മുസാഫിർ, യാത്രക്കാരനാണ്. 4 സബിയൻ, കുട്ടിയാണ്. അല്ലാത്തവരൊക്കെ ഖുത്ബന്റെ കാര്യത്തിൽ അവർക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തപ്പോൾ, രോഗിയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ജുമക്ക് എത്താൻ വല്ല വഴി ഉണ്ടെങ്കിൽ അയാൾ എത്താൻ ശ്രമിക്കണം. യാത്രക്കാരനാണ്, അയാൾക്കൊരു ജുമ കിട്ടുമെങ്കിൽ അയാൾ ജുമയിൽ പങ്കെടുക്കാൻ നോക്കണം. ഇനി ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ സ്ത്രീകളെ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ഇവിടുത്തെ ജുമ കഴിഞ്ഞതിന് ശേഷമേ അവർ ളുഹർ നമസ്കരിക്കാൻ പാടുള്ളൂ. അതിന്റെ അർത്ഥം സാധ്യമാകുമെങ്കിൽ അവർ ആ ജുമയിൽ എത്തിപ്പെടണം എന്നതിന്റെ സൂചനയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ളുഹറിന് പകരമായ നമസ്കാരമല്ല ജുമുഅ എന്ന് മനസ്സിലാക്കുക. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക റകഅതൻ മിനൽ ജുമുഅത്തി, ഒരാൾ പള്ളിയിൽ വന്നു, സാധാരണ പോണ പോലെ അവസാനം ഓടി എത്തി നോക്കുമ്പോൾ ഇമാമിന്റെ 1-ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 2-ാമത്തെ സുജൂദിലേക്ക് എത്തിക്കണു, 2-ാമത്തെ റക്അത്തിലെ സുജൂദിലെത്തിക്കണു. മൂപ്പര് പതുക്കെ സലാം വീട്ടിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ പോരാ, അദ്ദേഹം 4 നിസ്കരിക്കണം. അയാൾക്ക് ജുമുഅ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾക്ക് ഒരു റക്അത്ത് പോലും കിട്ടിയിട്ടില്ലെങ്കിൽ, അഥവാ 2-ാമത്തെ റക്അത്തിലെ റുകൂഇലെങ്കിലും ഇമാമിന്റെ കൂടെ എത്തിയിട്ടില്ലെങ്കിൽ ഒരു വഷളത്തരം വിചാരിക്കേണ്ട, അയാൾ 4 റക്അത്ത് ളുഹർ നമസ്കരിക്കണം. ഇനിയോ ഖുത്ബയെ കുറിച്ചും പറയുന്നുണ്ട്. ഖതീബുമാർക്കും ചില നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ എന്നോടും ഇനിയുള്ളവരോടും പറയാണ്, ഖുത്ബകളിൽ ഹംദുലില്ലാഹ്, അല്ലാഹുവിനുള്ള ഹംദ് തുടങ്ങണം. വശഹാദത്താനി, 2 ഷഹാദത്തുകൾ പറയണം. വസ്സലാത്തു അലൻ നബി, നബിന്റെ പേരിൽ സ്വലാത്ത് ഉണ്ടാവണം. വസിയത്തുൻ ബി തഖ്വല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള വസിയത്ത് പറയണം. വമൗഇദത്തൻ, ജനങ്ങൾക്ക് നല്ല സാരോപദേശം കൊടുക്കണം. വഖിറാഅത്ത് ബി ആയത്തിൻ, ഒരായത്തെങ്കിലും ഓതിയിട്ട് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കണം. ഇതുള്ള ഖുത്ബ സ്വഹീഹാണ്. ഇതില്ലെങ്കിൽ ഖുത്ബ സ്വഹീഹല്ല. പിന്നെ എന്തിനാണ് ഇത് മലയാളത്തിലാവുന്നത്? മലയാളത്തിൽ ആ സാരം പറഞ്ഞു കൊടുത്തെങ്കിൽ ജനങ്ങൾക്ക് മൗഇദത്താവുള്ളൂ, ഉപദേശാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് മൊത്തം അറബിയിൽ പറഞ്ഞാൽ ഈ കൗമിന് അടുത്ത ആഴ്ച എന്ത് മാറ്റാണ്ടാവുക? അതുകൊണ്ടാണ് മഹാരഥന്മാരായ ഉലമാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാഷയിൽ അറബിയിൽ സംസാരിച്ചുവെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഇവിടെ ജനങ്ങളോട് സംസാരിക്കാമെന്നത് സകല ഇമാമിങ്ങളും കിതാബുകൾ രേഖപ്പെടുത്തി. അതുകൊണ്ട് ആ കാര്യം നമ്മുടെ ഓരോ സന്ദർഭത്തിലും ശ്രദ്ധിക്കുക. ഖതീബുമാരും വളരെ ഗൗരവത്തോടെ കാണുക. ഖുത്ബയിൽ അവിടെ സ്വർണത്തിന് വില കൂടിയതും പെപ്സിന്റെ പ്രശ്നങ്ങളും കൊക്കക്കോളന്റെ പ്രശ്നങ്ങളും ഇസ്രായേലും അമേരിക്കയും ഇറാനും അതിന്റെ രാഷ്ട്രീയ വശങ്ങളൊക്കെ പറഞ്ഞ് മണിക്കൂറുകളോളം രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന അവസ്ഥയിലേക്ക് മാറാതിരിക്കാനും ഇസ്ലാമിനകത്ത് നിന്ന് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ, അതിന്റെ ആദാബുകൾ, അതിന്റെ ശറഈആയ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി ജനങ്ങൾക്ക് സാരോപദേശങ്ങൾ നൽകാനാണ് ഖുത്ബ എന്ന ഓർമ്മപ്പെടുത്തലെന്ന് ഉലമാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.